ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാറ്റോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന, നാറ്റോയുടെ ജിഹ്വയായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നാറ്റോയ്ക്ക് വേണ്ടി മാത്രം തൻ്റെ തൂലിക ചലിപ്പിക്കുന്ന എക്കണോമിസ്റ്റ്, അതായത് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഗുണ്ടർ ഫെഹ്ലിംഗർ എന്ന് പറയുന്ന വ്യക്തി, അയാളിട്ടൊരു ട്വീറ്റാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇന്ത്യയിൽ കനത്ത പ്രതിഷേധമാണ് ഇതിൻ്റെ പേരിൽ ഉയർന്നു വരുന്നത്. ഐ കോൾ ടു ഡിസ്മാന്റിൽ ഇന്ത്യ ഇൻ ടു എക്സ് ഇന്ത്യ. നരേന്ദ്രമോദി ഈസ് റഷ്യാസ് മാൻ. വി നീഡ് ഫ്രണ്ട് ഓഫ് ഫ്രീഡം ഫ്രം ഫോർ ഖാലിസ്ഥാൻ നെറ്റ് എന്നാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഇന്ത്യയെ എനിക്ക് ഡിസ്മാൻഡിൽ ചെയ്യണം, അതായത് എനിക്ക് സമ്പൂർണ്ണമായി വിഘടിപ്പിക്കണം എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ദ റിയാലിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാപ്പും ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു ഭൂരിഭാഗം പ്രദേശം ഖാലിസ്ഥാൻ്റെ ഒരു പതാകയുള്ള ഒരു ഇന്ത്യയുടെ മാപ്പിൽ അത് പുതപ്പിച്ചിരിക്കുന്നു. വേറെ ചില ഭാഗങ്ങൾ മറ്റ് ചില പാകിസ്ഥാനി പതാക പുതപ്പിച്ചിരിക്കുന്നു. സൗത്ത് ഇന്ത്യ മറ്റ് ചില ഭാഗങ്ങളാൽ പുതപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വലിയ രീതിയിൽ നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിക്കണമെന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ഗുണ്ടർ ഫെഹ്ലിംഗർ ആണ് പറയുന്നത്. ഇന്ത്യയെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടത് യൂറോപ്പിനും അമേരിക്കയ്ക്കും അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഇന്ത്യ, നിലവിലുള്ള ഇന്ത്യയെ എക്സ് ഇന്ത്യയാക്കി മാറ്റണം എന്നാണ് ഇയാൾ നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചത് ആരായിരുന്നാലും, അത് ഹിഡൻബർഗ് ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്കാരായിരുന്നാലും, അവരുടെ എല്ലാം ഗതി പിന്നീട് അധോഗതിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇയാൾ ഒരു ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ആണ്. പോരാത്തതിന് മീഡിയ പേഴ്സണാലിറ്റിയാണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. ഇതിന് പിന്നിൽ നാറ്റോയ്ക്ക് വേണ്ടി തൻ്റെ ജിഹ്വ ചലിപ്പിക്കുന്ന വലിയൊരു വ്യക്തിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.